കണ്ടോ കണ്ടോ താക്കോല് കുഞ്ഞന്തവളുടെ താക്കോല്. ശരിക്കും എത്രാം ക്ലാസ്സിലാ പഠിക്കണേ? ശരിക്കും രണ്ടിലായിട്ടുള്ളൂ. സിനിമയിലെ സ്കൂൾ ഏതാ ഓർക്കുണ്ടോ? ലിറ്റിൽ ഫ്ലവർ. ടൊവിനോ ചേട്ടനെ നേരിട്ട് കണ്ട് അഭിനയിച്ചിട്ടുണ്ടായിരുന്നില്ലേ? ടൊവിനോ അങ്കിളാണോ ടൊവിനോ ചേട്ടനാണോ വിളിക്കുക? ടൊവി അങ്കിളായിട്ട് അഭിനയിച്ചപ്പോ എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പർ ആയിരുന്നു. ഈ സീൻ കഴിയുമ്പോഴേക്കും കുറച്ചു നേരം കഴിഞ്ഞിട്ട് റൂമിൽ വരും. റൂമിൽ വന്നു കഴിയുമ്പോഴേക്കും മൊത്തം ടൊവിങ്ങളുടെ പെർഫ്യൂമിന്റെ മണമായി. എനിക്ക് കുളിപ്പിക്കേണ്ട ആവശ്യമില്ല. ഒരു സൂപ്പർ സ്റ്റാറിന്റെ കൂടെ അഭിനയിക്കാൻ ഒരു ആഗ്രഹം ഉണ്ടെന്ന് ഞാൻ സനാനോട് ചോദിക്കുകയാണെങ്കിൽ ഒരാളുടെ പേര് പറയാൻ പറ്റുള്ളൂ. ആരുടെ പേരായിരിക്കും? ആളിപ്പോ അഭിനയം നിർത്തി. ആരത്? വിജയ് സാർ. വിജയ് സാറിന് ഏത് കൊടുത്ത് അഭിനയിച്ചാൽ കുഴപ്പമില്ല, ചെറിയ പ്രായമൊക്കെ ചെയ്യാനായിട്ട് ആ ഫിഗർക്ക് ഉണ്ടല്ലേ ഏകദേശം. ടൊവിയുടെ ഡ്രസ്സിങ്ങിലോട്ട് വരുമ്പോ ഇതിൽ ആ ഒരു അബ്ബ എന്ന് പറയുന്ന കഥാപാത്രമേ ഫുൾ സ്ലീവ് ജേഴ്സിയും ശരിക്കും ആ കടപ്പുറത്ത് താമസിക്കുന്ന ആൾക്കാരുടെ ടൈപ്പ് ഓഫ് ഒരു ലുങ്കി വസ്ത്രധാരണമേ, അതിന്റെ ഒരു സ്പെസിഫിക്കേഷൻ എന്തായിരുന്നു? ഇലക്ട്രിക് ബ്ലൂ ജേഴ്സീസ്, ഓറഞ്ച്, അതിന്റെ ഫ്ലൂറസെന്റ് ഓറഞ്ച്, പല പല ബോട്ടിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ കയ്യിൽ നിന്ന് പുതിയ ഡ്രസ്സ് കൊടുത്തിട്ട് അവര് വർക്ക് ചെയ്യുന്ന ജേഴ്സിയാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ എക്സ്പ്രസീവ് ആയിട്ടുള്ളത് ആ കണ്ണുകളാണ്. കണ്ണുകൾ ഇസ് ദ ഹൈലൈറ്റ് ഓഫ് ദ മൂവി ഓൾസോ. സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ ഓരോ സീനിൽ അവളുടെ തോട്ട് പ്രോസസ്, അവളുടെ ഇന്റേണൽ ഡയലോഗ്, അതല്ലാണ്ട് ഒരു ഡോക്യുമെന്ററി കണ്ടിട്ടുണ്ടായിരുന്നു. സിനിമ തുടങ്ങുന്നതിന് മുന്നേ അവരുടെ ജീവിതം എങ്ങനെയായിരുന്നു, അതിനൊരു ചെറിയൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് അതൊക്കെ നോട്ട് ചെയ്യുക. അതായിരുന്നു എൻ്റെ മെയിൻ പ്രെപ്പ്. പ്രിയദർശൻ സാർ മാത്രമല്ല, നമ്മളെല്ലാവരും കഴിഞ്ഞ 2 വർഷം കണ്ടതിൽ വൺ ഓഫ് ദി ബെസ്റ്റ് മൂവി ആയിട്ട് നമുക്ക് ഡെഫിനറ്റ്ലി ബാലൻ മൂവിനെ കുറിച്ച് പറയാം. ഈ സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഇത് ചെയ്ത ആൾക്കാരൊന്ന് നേരിട്ട് കാണണമെന്ന് നിങ്ങളെല്ലാവരെയും പോലെ തന്നെ എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു. ആൻഡ് അതിൽ മെയിൻ ആൾക്കാർ ഇപ്പോൾ എൻ്റെ മുന്നിലിരിക്കുകയാണ്, ഇൻക്ലൂഡിങ് ദ കോസ്റ്റ്യൂം ഡിസൈനർ. ലെറ്റ്സ് വെൽക്കം ദ ബാലൻ ടീം. ആദ്യം തന്നെ കൺഗ്രാറ്റുലേഷൻസ്, കാരണം നിങ്ങളൊക്കെ ആദ്യമായിട്ടൊരു മൂവിയുടെ ഒരു വലിയൊരു മൂവിയുടെ ഒരു പാർട്ടായി അതിനൊരു മെഗാ സക്സസ് ആയി മാറിയിട്ടുണ്ടല്ലേ. ഈ പടം ഹിറ്റാണെന്ന് ഫസ്റ്റ് റിയലൈസ് ചെയ്തപ്പോൾ നിങ്ങൾക്കുണ്ടായിരുന്നൊരു ഫീലിംഗ് ഉണ്ടല്ലോ, ആ ഒരു എക്സൈറ്റ്മെന്റ്, അതേ ഫീലിംഗ് ആണ് പടം കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഉണ്ടായത്. കാരണം കുറച്ച് നാളുകൾക്ക് ശേഷം ഒരു ഭയങ്കര ക്വാളിറ്റി ഉള്ളൊരു വർക്ക് മലയാളം സിനിമ ഇൻഡസ്ട്രിയിൽ ഡെലിവർ ആവുക എന്ന് പറയുമ്പോൾ സിനിമ പ്രേമികൾക്ക് അതൊരു വലിയ സന്തോഷമുള്ളൊരു സാധനമാണ്. ഇവിടുന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റാര ആ കണ്ണുകൾ, ആ ചിരി, വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഫേസ്. ഒരുപാട് ഓഡീഷൻസ് കഴിഞ്ഞിട്ട് 700 പേരൊക്കെ താണ്ടി വന്നിട്ടുള്ള ആളാണ് അല്ലേ. സോ ഹൗ ഡിഡ് യു മേക്ക് ഇറ്റ് ഇൻ ടു ദിസ് മൂവി? ഗണപതിക്കായിരിക്കും ഏറ്റവും കൂടി ഒരു എക്സ്പ്ലെയിൻ ബെറ്റർ. ഓഡിഷൻ വഴി തന്നെയായിരുന്നു. 1-2 ടേപ്പ് അയച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഗണപതി വിളിച്ചു. ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ട് ആദ്യനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കൊച്ചിയിലേക്ക് വന്നു. അന്നായിരുന്നു ഞങ്ങളുടെ കെമിസ്ട്രി ടെസ്റ്റ്. അന്നായിരുന്നു ഞങ്ങൾ ആദ്യമായിട്ട് കണ്ടുമുട്ടുന്നത് തന്നെ. That was the first day we met and കുറച്ച് ടേപ്സ് അങ്ങനെ റെക്കോർഡ് ചെയ്തു. അടിപൊളി. പക്ഷെ ഇതല്ല ഫസ്റ്റ് സിനിമയാണ്. പക്ഷെ ഡെഫിനറ്റ്ലി ആക്ടിങ് പരിപാടികളൊക്കെ മുന്നേ ട്രൈ ചെയ്തിട്ടുണ്ട്. കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ തപ്പിപ്പറക്കി എടുത്തപ്പോൾ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നേ. അതിലെ ഫേസും ഇതിലെ ഫേസും മൊത്തത്തില് ഡിഫറെന്റ് ആണ്. ആ ആളാണ് ഈ ആളെന്ന് പറയില്ല. എനിക്കൊന്നും അതിന്റെ ഒരു ഭൂരിഭാഗം ക്രെഡിറ്റും നമ്മുടെ മേക്കപ്പിനും കോസ്റ്റ്യൂമിനും പോണം അല്ലേ. സോ ഈ ഒരു കഥാപാത്രം ഉണ്ടല്ലോ, ഈ ഒരു അമ്മ കഥാപാത്രം, ഈ ഒരു കഥാപാത്രത്തിലേക്ക് എത്തിക്കാനായിട്ട് ഫ്രം ദ ഡയറക്ടർ, ഫ്രം ദ മേക്കേഴ്സ് ഓഫ് ദ ടീം, ദ കോസ്റ്റ്യൂമറിന് കിട്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് എന്തായിരുന്നു? വളരെ സാധാരണ രീതിയിൽ ജീവിക്കണ ഒരാളായിട്ട് പോർട്രേ ചെയ്യണം എന്നാണ്. അതായത് ഔട്ട്ഫിറ്റ്സിലൊക്കെ ഒരു എന്താ പറയുക, വളരെ സാധാരണ സാരി അല്ലെങ്കിൽ ബ്ലൗസ് അങ്ങനത്തെ കാര്യങ്ങളിൽ അതാണ് അതിൻ്റെ സ്റ്റൈലിംഗ് കൊണ്ടുവന്നത്. പിന്നെ അതിനകത്ത് ഫാബ്രിക് സെലക്ഷനും കളർ സെലക്ഷനൊക്കെ കംപ്ലീറ്റ്ലി നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് തന്നെ ഓപ്പൺ ആക്കി തന്നിട്ടുണ്ടായിരുന്നു. വി ക്യാൻ ചൂസ് എന്നുള്ള രീതിയിൽ. അപ്പം കുറേ ട്രയൽ ആൻഡ് എറേഴ്സ് നടത്തി, കുറേ ഫാബ്രിക്സിലെ സാരീസ് ട്രൈ ഔട്ട് ചെയ്തു. ഫർസാനെ കൊണ്ട് തന്നെ ഞങ്ങൾ ഉടുപ്പിച്ചു പല ഷിഫോൺ സാരി. ഫർസാനയ്ക്ക് തന്നെ ഒരു സെഗ്മെന്റ് ഉണ്ടായിരുന്നു, സാരി ഉടുത്ത് തന്നെ കുറച്ച് നാള് ക്യാമ്പ് ചെയ്ത് നടക്കാൻ വേണ്ടിയിട്ട്. അതായത് ഫുൾ സിനിമയിൽ സാരിയാണ് മോസ്റ്റ് ഓഫ് യൂസ് ചെയ്യുന്നതുകൊണ്ട് അത് ഉടുത്തിട്ട് എങ്ങനെ പ്രപ്പ് ചെയ്യാന്നുള്ളത്. അപ്പം ആ പ്രപ്പിന് തന്നെ നമ്മളുടെയും ഏതൊക്കെ ഫാബ്രിക്സ് ആ ക്യാരക്ടറായിട്ട് മാച്ച് ആവണം എന്നുള്ള ഒരു 1 വീക്ക് നമ്മളൊരു ഷിഫോൺ സാരി ഉടുത്തു. അത് കഴിഞ്ഞ് നമ്മളൊരു പ്രോപ്പർ കോട്ടൺ സാരി ട്രയൽ ചെയ്തു. ഫൈനലി എനിക്ക് തോന്നുന്നു ഷൂട്ടിന് ഒരു 2 വീക്സ് മുന്നെയാണ് ഈ ഫർസാനയുടെ മെയിൻ സാരിയിലേക്ക്, അമ്മയുടെ മെയിൻ സാരിയിലേക്ക് നമ്മൾ എത്തിയത്. അപ്പൊ നമ്മൾ വിചാരിക്കണ പോലെ ഒരു സാരി കൊണ്ടു കൊടുത്തു, അത് കൊടുത്തു, ഷോർട്ട് എടുക്കണ പരിപാടി അല്ല ഇത്. പ്രോസസ്സാണ്.
കോസ്റ്റ്യൂം ഡിസൈനർ അത്ര ഇമ്പോർട്ടന്റ് റോളാണ് ഇതിൽ പ്ലേ ചെയ്യുന്നത്. നമ്മുടെ മെയിൻ ആള് ആദിശേഷൻ ആദി, ഈ സിനിമ തിയേറ്ററിൽ പോയി കണ്ടപ്പോ ആദ്യത്തെ ഇതെന്തായിരുന്നു? സന്തോഷമായിരുന്നോ? ഇഷ്ടമായോ? ഒത്തിരി ഇഷ്ടമായി. അച്ഛനും അമ്മയ്ക്ക് ഇഷ്ടമായോ? എല്ലാവർക്കും ഇഷ്ടമായി. ശരിക്കും എത്രാം ക്ലാസ്സിലാ പഠിക്കണേ? രണ്ടിലായിരുന്നു. ഏത് സ്കൂളാ? ഇപ്പൊ രണ്ടിലായി. ഏതാ സ്കൂൾ? ഏതാ സ്കൂള്? പഞ്ചായത്ത് സ്കൂളാണോ? ഇതിലെ സ്കൂൾ ഏതാ? സിനിമയിലെ സ്കൂൾ ഏതാ? ഓർക്കുണ്ടോ? ലിറ്റിൽ ഫ്ലവർ. ആകെ അറിയാനുള്ള ഒരു കാര്യമാണ്. അമ്മയുടെ പേരെന്താ? ശരിക്കുള്ള അമ്മയുടെ പേരെന്താ? ആതിര. ഇപ്പോഴും സെറ്റിൽ ആദ്യം വിചാരിച്ചത് അല്ല, ഞാൻ ശരിക്കുള്ള അമ്മയുടെ പേര് ചോദിച്ചത്. സെറ്റിൽ എന്താ പേര് വിളിക്കുക? അമ്മാന്ന് വിളിക്കോ ഫർസ്വാൻറ്റിന്ന് വിളിക്കോ? ഫർസ്വാൻറ്റിന്ന് വിളിക്കും. നിങ്ങൾ തമ്മിലുള്ള ഒരു ബോണ്ട് ഉണ്ടല്ലോ, അത് ഏതൊരു സ്റ്റേജ് ആയപ്പോഴും ഡെവലപ്പ് ആയി തുടങ്ങിയ? ഏതൊരു സ്റ്റേജ് അത് ഇവന് സംസാരിക്കാൻ തുടങ്ങിയാ പിന്നെ അതേ ഉള്ളൂ. അതൊരു യാത്രയാണ്. ഞാൻ ആ യാത്രയിൽ ജോയിൻ ചെയ്യുന്നു. അതായിരുന്നു ഞങ്ങളുടെ റിലേഷൻഷിപ്പ്. അടിപൊളി. ഈസിലി അതൊക്കെ എഫേർട്ട് ഒന്നും എടുക്കേണ്ടി വന്നിട്ടില്ല. ഇല്ല, എനിക്ക് എഫേർട്ട് ചിലപ്പോ ഇവന് ഓഫ് കോഴ്സ് ഒരു കുട്ടിയാകുമ്പോ ഇറ്റ്സ് എ ബിറ്റ് ഡിഫിക്കൾട്ട് അല്ലോ. വേറെ ഏതൊരു സ്ത്രീ എവിടുന്നോ വന്നു അവരെ ഇന്നു മുതൽ ഞാൻ അവർ അമ്മയാണെന്ന് അമ്മയാണെന്ന് പറയുന്ന വെച്ചാൽ ഇറ്റ്സ് നോട്ട് എൻ ഈസി തിങ്. സോ പക്ഷെ എനിക്ക് തോന്നുന്നു അവർക്ക് കൂടുതൽ തിങ്കിങ് പ്രോസസ് ഇല്ല. ഇതാണെന്ന് പറഞ്ഞു എന്നാ പിന്നെ അത് ചെയ്യാം. നമ്മളെപ്പോലെ ഓവർ തിങ്കിങ് അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ലല്ലോ. പക്ഷെ ആദ്യത്തെ ഒരു ഇനിഷ്യൽ ഒരു ഗ്ലിച്ച് ഉണ്ടല്ലോ, അത് മാത്രമേ. അടിപൊളി. ഒരു സ്റ്റേജ് കഴിഞ്ഞ് പിന്നെ ഈ കുട്ടി വന്നത് ഈ ഒരു വലിയ കുട്ടിയിലേക്ക് മാറുകയാണ്. ഒരു ഓഡീഷൻ കഥയൊക്കെ ഗണപതി ചേട്ടൻ പറയുന്നത് ഞങ്ങൾ ഇങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു സ്റ്റോറി ഒന്ന് പറയും. അതായത് ആ സ്റ്റുഡിയോയിലേക്ക് പോയി ഓഡീഷൻ കൊടുക്കാൻ പോകുന്ന ഒരു കഥ. അത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കാസ്റ്റിംഗ് കോൾ കണ്ടിട്ട് ഗണിച്ചേട്ടൻ്റെ നമ്പറിലോട്ട് എൻ്റെ ഫോട്ടോയും 1 മിനിറ്റ് പെർഫോമൻസ് വീഡിയോയും അല്ല എനിക്ക് ഇങ്ങനെ സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹമുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതൊരു വീഡിയോ ഒക്കെ അയച്ചു കൊടുത്തു. അപ്പോൾ ഗണിച്ചേട്ടൻ എന്നെ ഉച്ചയായപ്പോഴത്തേക്കും വിളിച്ചു പറഞ്ഞു, വാ തേവരയിലാണ് പ്രൊഡക്ഷൻ ഹൗസ്, അങ്ങോട്ട് വാ. അപ്പോൾ ഞാൻ അങ്ങോട്ട് പെട്ടെന്ന് എനിക്ക് അപ്പോൾ ഒരു സ്ക്രിപ്റ്റ് അയച്ചു തന്നിട്ടുണ്ടായി. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ പഠിച്ച് കാണിക്കാം. അപ്പോൾ ഞാനത് പഠിച്ച് പ്രിപ്പറേഷൻ ചെയ്ത് സ്റ്റെപ്പ് ഞാൻ ലിഫ്റ്റിൽ പോയ പെട്ടെന്ന് സ്റ്റെപ്പ് കയറിയ കുറച്ച് സമയം കിട്ടൂല. അപ്പൊ അത് പ്രിപ്പയർ ചെയ്ത് സ്റ്റെപ്പ് കയറി പോയി. അവിടെ പോയി പെർഫോം ചെയ്തു. അപ്പൊ തന്നെ ഓക്കെ ആണെന്ന് അവര് പറഞ്ഞു. അത് എപ്പോ പറയാന്ന് പറഞ്ഞു? അപ്പത്തിന് ഓക്കെ ആണെന്ന് പറഞ്ഞില്ല. കൊറേ ടൈം എടുത്തു. പിറ്റേ ദിവസം ചിത് സാറ് ഫസ്റ്റ് ദിവസം കഴിഞ്ഞ് സെക്കൻഡ് ഡേ ചിത് സാറിനെ മീറ്റ് ചെയ്തു. പക്ഷെ ഗണപതി ഓക്കെ പറഞ്ഞതിലൊന്നും തെറ്റിയിട്ടില്ല എന്നുള്ളത് കാര്യം മനസ്സിലായി. എവിടെയൊക്കെയോ മറ്റേ പാലും പഴവും ഗണപതിയുടെ ഒരു ഛായ തോന്നുന്നില്ലേ? എനിക്ക് മാത്രം തോന്നുന്നതാണോ അങ്ങനെ? ആ ഒരു ഗണപതിയുടെ ഏകദേശം ഒരു രൂപസാദൃശ്യം ആ ഒരു ഏജന്റ് ഒരു ഇതാണോ എന്ന് അറിയില്ല. എനിക്ക് എവിടെയൊക്കെ തോന്നി. ഈ സിനിമയിലുണ്ടല്ലോ ഒരു മെയിൻ ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഒബ്വിയസ്ലി ടോവിനോ തോമസ് എന്നുള്ളൊരു ആക്ടർ തന്നെയാണ്. എനിക്ക് തോന്നുന്നു ടോവിയുടെ കൂടെ ഏറ്റവും കൂടുതൽ കോമ്പിനേഷൻ ചെയ്യുന്നുണ്ടായത് ഇദ്ദേഹത്തിനാണ്. ഫർസാനയ്ക്ക് പോലും ഉണ്ടായിരുന്നില്ല. എങ്ങനെയുണ്ടായിരുന്നു ചോദിച്ചാട്ടിനായിട്ട്? ചോദിച്ചാട്ടെന്നാ വിളിക്കുന്നത്? എന്താ വിളിക്കണേ? ടോവിച്ചാട്ടിനായിട്ട് വർക്ക് ചെയ്തപ്പോ എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. എന്തെങ്കിലും പറഞ്ഞു വന്നിട്ടുണ്ടോ അഭിനയിക്കുന്ന സമയത്ത് ഇങ്ങനെ ചെയ്യടാ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞോ? ഒരുപാട് ഓരോ സീൻ ചെയ്യുമ്പോൾ എന്നോട് ടൈം എടുത്ത് ചെയ്താൽ മതി, ശരിയാവും. തെറ്റിപ്പോയി കഴിഞ്ഞാൽ കുഴപ്പമില്ല, ശരിയാവും. അടിപൊളിയായിരുന്നു. ടോവിച്ചാട്ടിനോട് ചെയ്തതിൽ മോൻ ഏറ്റവും ഓർമ്മ നിൽക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സീൻ ഈ സിനിമയിലുള്ളത് ഏത് സീനായിരിക്കും? ക്ലൈമാക്സ് സീൻ. ആ അറസ്റ്റ് ചെയ്തിട്ട് പോകുന്ന സീനാണ്. അതെന്താ സ്പെഷ്യൽ ആവണേ? അത് ഞാൻ അത്രക്കും ശരിക്കും ആ ക്യാരക്ടറിൽ എടുത്ത് ചെയ്ത ആ ഒരു ഇതാണ്. ചിത് സാറ് പറഞ്ഞത് അത് അത്രക്കും റിയൽ ആയിട്ട് ചെയ്താല് കാണുന്ന ഓഡിയൻസിന് അത് കണക്ട് ആവുള്ളൂ. അടിപൊളിയായിട്ട് ഞാൻ ചെയ്തത് വിശ്വസിക്കുന്നു. കറക്റ്റാണ്, ചെയ്തു എന്തായാലും. ഈ പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അതായത് ടോവിനോ ഉള്ള പടമാണ്. മോസ്റ്റ്ലി എല്ലാവർക്കും ആഗ്രഹമുള്ള ഒരു കാര്യമാണ് മേ ബി ടോവിനോട് ആക്ട് ചെയ്യാന്ന് പറയുന്ന സാധനം. പക്ഷേ ഒരു രീതിയിലും ഒരു ഫ്രെയിമിൽ ടോവിനോ ആയിട്ട് വരാത്ത ഒരാളാണ്. സോ വാട്ട് വാസ് ദ ഫാക്ട് അബൌട്ട് ദാറ്റ്? ആ ഒരു ഇമോഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? ഒരു സീനെങ്കിലും വേണം എന്ന് തോന്നിയിട്ടുണ്ടോ? അല്ല, ആസ് എനി ആക്ടർ എസ്പെഷ്യലി ഒരു ഫസ്റ്റ് സിനിമ ആകുമ്പോൾ വിത്ത് സമൺ ലൈക്ക് ഹിം ഇൻ ദ മൂവി, അത് ഓൾറെഡി വലിയൊരു കാര്യമാണ്. പക്ഷെ എനിക്കൊരു സീൻ ചെയ്യണം എന്നുള്ളൊരു ആ ഒരു വിഷ് അത് ആർക്കായാലും ഉണ്ടാവും. പക്ഷെ അങ്ങനെ അമ്മയും അബ്ബയും ഒരുമിച്ചൊരു സീനിലുണ്ടെങ്കിൽ കഥ വർക്കാവും. അത് ഈ സിനിമ അല്ലെങ്കിൽ നെക്സ്റ്റ് സിനിമ.
Fingers crossed. Maybe. ശരിക്കും ഈ ഒരു ലുക്ക് ഉണ്ടല്ലോ, അതായത് ഫർസാറിനെ നേരിട്ട് കാണുമ്പോൾ ഇതാണ് ആള്, പക്ഷെ സിനിമയിൽ കാണുമ്പോൾ ഇതേ ഒരാള്, കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരാളാണ്. ആക്ച്വലി ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോയ്ക്ക് ഞാനും ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഫർസാറിനെ ഞാൻ ആദ്യം കാണുന്ന വാഷ്റൂം ഏരിയയിൽ വെച്ചിട്ടാ. എനിക്ക് മനസ്സിലായില്ല, ഞാൻ മൈൻഡ് പോലും ചെയ്തിട്ടില്ല ശരിക്കും പറഞ്ഞു. പിന്നെ ഒന്നുകൂടെ തിരിഞ്ഞു നോക്കിയപ്പോഴേക്കും അതാണോ എന്ന് എനിക്ക്, കാരണം ഭയങ്കര ഡിസിമിലാരിറ്റി ആ രണ്ട് ആൾക്കാരുടെ ഒരു എന്താ പറയുക അപ്പിയറൻസ് എന്ന് പറയുന്നത്. സോ ഈ ഒരു കഥാപാത്രത്തിലേക്ക് ഇറങ്ങി വരാനായിട്ട് ഹൗ ലോങ് ഡിഡ് യു ടേക്ക്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്യാരക്ടർ റെഫറൻസ് ബൈ ദി ഡിറ്റക്ടീവ് ചിദംബരം എന്തെങ്കിലും തന്നിട്ടുണ്ടായിരുന്നോ? ക്യാരക്ടർ റെഫറൻസ് അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. സ്ക്രിപ്റ്റ് ആയിരുന്നു എൻ്റെ മെയിൻ റിലീജിയസ് ബുക്ക് എന്ന് പറയാം. അപ്പോൾ അതിലെനിക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ജിത്തു മാധവൻ ഓൾറെഡി അതിൽ എഴുതിയിട്ടുണ്ട്. അതല്ലാണ്ട് ഉള്ള എംപ്റ്റി സ്പേസസ് ഒക്കെ എനിക്ക് ഫിൽ ചെയ്യാനുള്ള ആ ഒരു എന്താ പറയാ ഒരു ഫ്രീഡവും തന്നിട്ടായിരുന്നു. അപ്പോൾ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ ഓരോ സീനില് അവളുടെ തോട്ട് പ്രോസസ്, അവളുടെ ഇന്റേണൽ ഡയലോഗ്, അവളുടെ എയിം എന്താണ്, യുനോ അതൊക്കെ നോട്ട് ചെയ്യുക. അതായിരുന്നു എൻ്റെ മെയിൻ പ്രെപ്പ്. അതല്ലാണ്ട് പിന്നെ സപ്ന പറഞ്ഞ പോലെ രാവിലെ എണീറ്റ് അപ്പൊ സാരി ഇടും. ഞാൻ ആയിരുന്നില്ല. അപ്പൊ പിന്നെ രാവിലെ എണീറ്റ സാരി ഇടും. പിന്നെ എന്താ പറയാ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പഠിച്ചു. പിന്നെ ചെമ്മീൻ വൃത്തിയാക്കുന്നത്, അത് അവിടുത്തെ ചേച്ചി പഠിപ്പിച്ചെന്ന കാര്യം. അപ്പൊ ഇങ്ങനെ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ ഐ വുഡ് ജസ്റ്റ് ഡു. പിന്നെ അതല്ലാണ്ട് ഒരു ഡോക്യുമെന്ററി കണ്ടിട്ടുണ്ടായിരുന്നു, എനിക്ക് ഓർമ്മയില്ല, പേര് ഓർമ്മയില്ല, പക്ഷെ ഇറ്റ് വാസ് അബൌട്ട് മദർ ഗിവിംഗ് ബർത്ത് ടു ഹർ ചൈൽഡ് ഇൻ ജയിൽ. അപ്പോൾ അമ്മയും ബാലനും അവരുടെ മുന്നേ, ഈ സിനിമ തുടങ്ങുന്നതിന് മുന്നേ അവരുടെ ജീവിതം എങ്ങനെയായിരുന്നു, അതിൻ്റെ ഒരു ചെറിയൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ഡോക്യുമെന്ററി കണ്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെയായിരുന്നു റെഫറൻസസ്. പക്ഷേ സാരി അധികം ഉടുക്കാത്ത ഒരാള് വളരെ ഗ്രേസ്ഫുള്ളി ഡെയിലി സാരി ഉടുക്കുന്ന ഒരു അമ്മയായിട്ട് കാണിക്കുക എന്ന് പറയുന്നത് ചിലർക്ക് അറിയില്ലെന്ന് തോന്നുന്നു. കാരണം ആ ഗ്രേസ്നെസ്സോടെ ക്യാരി ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ പെർഫോമും ചെയ്യണം, ഡയലോഗ്സ് പറയണം, ഇമോഷൻസ് കൊണ്ടുവരണം. സോ ഈ ഡെഫിനറ്റ്ലി യു ഡിഡ് എ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ജോബ്. ഈ ആള് എത്ര ടേക്ക് പോയി ഓരോ സീനും? ഒറ്റ ടേക്കിൽ തന്നെ ചിത്തു സാർ പറയുമ്പോൾ ചെയ്തിട്ടുണ്ടോ ഷോട്ടൊക്കെ? ചിലതൊക്കെ. ഏത് ഷോട്ടിന് ഏറ്റവും കൂടുതൽ ടേക്ക് പോയേ? ഏതാന്ന് വെച്ചാ ബാക്കിയുള്ള സീനിൽ മറ്റേ ഇതില്ലേ ബിൽഡിങ്ങിലായിരുന്നു, അത് മാത്രം ശരിയായിട്ട് ചെയ്ത്. അത് കൊറേ ചെയ്തോ? എത്ര ടേക്ക് പോവേണ്ടി വന്നു? അത് കൊറേ ഒന്നും ചെയ്തിട്ടില്ല, അത് ഒറ്റ തവണ ചെയ്തുള്ളൂ. ഒറ്റച്ചാട്ടത്തിൽ ശരിയായി. ശരിയായത് ആദ്യം റോപ്പ് ഇട്ട് ചടിയിട്ട് ഇത് തൂങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നു, ചാട്ട് ഇത് കാലുകുത്തില്ല. ലാസ്റ്റ് റോപ്പ് ഇല്ലാതെ ചാടാൻ പറഞ്ഞപ്പോഴേക്കും അങ്ങനെ ചടി. ഇതൊക്കെ എനിക്ക് വീട്ടിലെ ഇതൊക്കെ നിസ്സാരമില്ല. എന്നാ സ്പൈഡർമാൻ വെച്ച എനിക്ക് സ്പൈഡർമാനാണോ ഈ ക്യാരക്ടർ ചെയ്യാനുള്ള ഇൻസ്പിറേഷൻ, ചാടാനും ഓടാനൊക്കെ ആണോ? അതെനിക്ക് കുട്ടിക്കാലം മുതലുള്ള, കുട്ടിക്കാലത്ത് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് കാർട്ടൂൺ ആണ് പൊക്കിമോൻ. അത് കാരണം എനിക്ക് പീക്കാച്ചു തരുന്നു. പീക്കാച്ചു എന്നാണ് പേര്. പീക്കു, ബാലൻ എന്ന പീക്കു, അങ്ങനത്തെ ഒരു പേര് ഉണ്ടല്ലേ. ഏത് സിനിമ കണ്ടതിന് ശേഷം വീട്ടില് എത്തിയപ്പോ അമ്മ പറഞ്ഞ ആദ്യത്തെ കാര്യം എന്താ? വീട്ടിൽ വന്നിട്ട് ആദ്യമ കരഞ്ഞായിരുന്നു. അമ്മ കരഞ്ഞായിരുന്നോ? ആ കരഞ്ഞു, നല്ലപോലെ കരഞ്ഞു. അപ്പൊ എല്ലാവരും കരഞ്ഞ്. എൻ്റെ രണ്ടാമത്തെ ദിവസം ഇത് ഒരു ദിവസം സിനിമാ നടന്മാരുടെ കൂടെ ആയിരുന്നു, വേടനൊക്കെയുണ്ടായിരുന്നു. ലാസ്റ്റ് ഇത് ആൾക്കാർ ഇത് നാട്ടുകാരുടെ കൂടെ കണ്ടപ്പോൾ ഇറങ്ങുവന്നെ. ഇറങ്ങി കഴിഞ്ഞപ്പോഴേക്കും മാമച്ചനും എൻ്റെ ഏട്ടനും ചേച്ചിയൊക്കെ നിൽക്കുന്നത്, അമ്മായിയും അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെ, അവരൊക്കെ ഞാൻ ഓടി വന്നിട്ട് കെട്ടിപ്പിടിക്കുവോ. അപ്പൊ ശരിക്കും വലുതാവുമ്പോ ഒരു വലിയ സിനിമാ നടൻ ആവണം തന്നെയാണ് ആഗ്രഹം. എന്താ ഇപ്പൊ എന്താ വലുതാവുമ്പോ ആവണേ? പോലീസ് ആവണോ, കള്ളനാവണോ, സിനിമാ നടൻ പറയല് ആർക്കും താല്പര്യമില്ല. ഇതിനു വേണ്ടി മാത്രമാണ് സിനിമയിൽ മാത്രമാണ് കള്ളനാവാൻ താല്പര്യം. കുട്ടിയാണെങ്കിലും വലിയ രീതിയിലുള്ള തോട്ട്സാണ്. അപ്പൊ ശരിക്കും വലുതാവുമ്പോ സിനിമാ നടനാവണമെന്നുണ്ടോ? സിനിമാ നടനാകണം, ഒരു ഡോക്ടറും ആവണം. സിനിമാ നടനായല്ലേ ആവാലോ, ഡോക്ടർക്ക് ആവാലോ. ടൊവിനോ ചേട്ടനെ നേരിട്ട് കണ്ട് അഭിനയിച്ചിട്ടുണ്ടായിരുന്നില്ലേ? ടൊവിനോ അങ്കിളാണോ ടൊവിനോ ചേട്ടനാണോ വിളിക്കുക? ടൊവി അങ്കിളായിട്ട് അഭിനയിച്ചപ്പോ എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പർ ആയിരുന്നു. ആ മറ്റേ ലോറിന്ന് എടുത്തൊക്കെ അകത്ത് കയറിയിരിക്കുന്നതും പുറത്തിറങ്ങുന്ന സീനൊക്കെ അന്ന് അവിടെ കയറിയിരുന്നപ്പോഴും ഭയങ്കര നാറ്റായിരുന്നു. മാംഗ്ലൂരിലായിരുന്നു ഷൂട്ട്. അപ്പൊ അതിനകത്തൊക്കെ ഇരുന്നപ്പോ ഭയങ്കര നാറ്റായിരുന്നു. ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് നമ്മൾ അഭിനയിച്ച സിനിമ ഹിറ്റ് ആയില്ലേ?
ലാസ്റ്റ് ഈ സീൻ കഴിയുമ്പോഴേക്കും കുറച്ച് നേരം കഴിഞ്ഞിട്ട് റൂമിൽ വരും. റൂം വന്നു കഴിയുമ്പോഴേക്കും മൊത്തം ഡോയിങ്ങില് പെർഫ്യൂമിന്റെ മണമായിരിക്കും. കുളിപ്പിക്കേണ്ട ആവശ്യമില്ല. പെർഫ്യൂം നമ്മള് പെർഫ്യൂം അടിക്കേണ്ട ആവശ്യമില്ല. ജൂലിയങ്ങളുടെ പെർഫ്യൂമിന്റെ മണമുണ്ടല്ലേ? ഇതാണ് പറഞ്ഞത്. ബാക്കിയുള്ളവരോട് ഞാൻ എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഫിൽറ്റർ ചെയ്ത് നമ്മൾ ചിലര് പറയും. പക്ഷെ ഇവിടെ മറ്റേ നിഷ്കളങ്കമായിട്ടുള്ള ഉത്തരങ്ങൾ മാത്രമേ വരുള്ളൂ. അടിപൊളി. ഈ പറഞ്ഞ അതേ ചോദ്യം ഞാൻ ഇങ്ങോട്ട് ചോദിക്കുകയാണ്. കാരണം ഈ ഒരു ഏജില് സിനിമേനെ ഒരുപാട് സ്നേഹിച്ച് ഇപ്പൊ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഇപ്പൊ 10th. അതിലൊരു ഒരു സൂപ്പർ ഹിറ്റ് പടത്തിന്റെ ഒരു മെയിൻ ഭാഗമാവാൻ പറ്റി. ഈ പറഞ്ഞ പോലെ ഒരു സൂപ്പർ സ്റ്റാറിന്റെ കൂടെ അഭിനയിക്കാൻ ഒരു ആഗ്രഹം ഉണ്ടെന്ന് ഞാൻ സനാനോട് ചോദിക്കുകയാണെങ്കിൽ ഒരാളുടെ പേര് പറയാൻ പറ്റുന്നത് ആരുടെ പേരായിരിക്കും? ഒരാളുടെ മോനായിട്ടൊക്കെ അഭിനയിക്കാൻ കിട്ടുകയാണെങ്കിൽ ആരുടെ കൂടെ അഭിനയിക്കണം? ആരത്? വിജയ് സാർ. ഓ, ദളപതി ഫാനാണ് ഇപ്പൊ. ദളപതിയുടെ മോനായിട്ട് അഭിനയിക്കാനല്ലേ? കുഴപ്പമില്ല, ചെറിയ പ്രായമൊക്കെ ചെയ്യാനായിട്ട് ആ ഒരു ഫിഗർക്ക് ഉണ്ടല്ലേ ഏകദേശം. കമന്റ് നമ്മുടെ കോസ്റ്റ്യൂം ഡിസൈനർ. ഞാൻ ഇങ്ങനെ പേജ് ഇങ്ങനെ കയറി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഐ സോ ലൈക്ക് ഒരുപാട് സ്ട്രഗിൾസ് ഒക്കെ ചെയ്ത് ഫൈനലി ഒരു മൂവിയിൽ കോസ്റ്റ്യൂം ഡിസൈനർ ആയിട്ട് ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. അതും എന്നോട് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് എല്ലാ സിനിമ നടന്മാരെ ഇഷ്ടമാണ്. ഇപ്പോഴാ മറ്റേ കത്തി എല്ലാ സിനിമ നടന്മാരായിട്ട് അഭിനയിക്കാൻ പറ്റും. കുറച്ച് സമയം കൊണ്ട് എടുത്തിട്ട് എല്ലാം പറ്റും. ഓക്കെ. അപ്പൊ കുറെ സ്ട്രഗിൾ ചെയ്തിട്ട് ഈ ഒരു ഫൈനലി ബാലൻ മൂവിയുടെ കോസ്റ്റ്യൂം ഡിസൈനർ ആയിട്ട് വന്നിരിക്കുകയാണ്. ഈ കോസ്റ്റ്യൂമിന്റെ കാര്യം ഞാൻ സ്പെസിഫിക്കലി നോട്ട് ചെയ്ത ഒരു സീൻ ഉണ്ട്. അതായത് മോൻ പോലീസ് സ്റ്റേഷനിലേക്ക് കയറുന്ന ഒരു സീനിൽ ചെക്ക് ഷർട്ടാണ് ഇട്ടേക്കുന്നത്. പക്ഷെ വളരെ ഫെയ്ഡഡ് ലൈൻസ് ഉള്ള ചെക്ക് ഷർട്ടാണ്. അതൊരിക്കലും എന്ന് വെച്ചാൽ ഒരുപാട് നാളുകളായിട്ട് ആ കുട്ടി അതേ ഷർട്ട് തന്നെയാണ് ഇടുന്നു എന്നുള്ളൊരു എലമെന്റ് കാണിക്കാൻ വേണ്ടി. സോ ഈ ഷർട്ടുകൾക്ക് ഇങ്ങനെ പഴക്കിയെടുക്കുന്ന ഒരു മെത്തേഡ് ഉണ്ടല്ലോ കോസ്റ്റ്യൂം ഡിപ്പാർട്ട്മെന്റ്. ഇത് എങ്ങനെയാണ് ചെയ്യണേ? നോർമലി എനിക്ക് തോന്നുന്നു സാൻഡ് പേപ്പർ അങ്ങനത്തെ ഇതൊക്കെ യൂസ് ചെയ്യുന്നത്. നമ്മൾ കെമിക്കൽ വാഷ്, ആസിഡ് വാഷ് ആ രീതിയിലാണ്. അപ്പോൾ ഓരോ ഇയേഴ്സ് നമുക്ക് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇപ്പം ആദ്യം ഫർസാനയുടെ സാരി എല്ലാം നമ്മൾ പിന്നെ ഒരു ഫാബ്രിക്കിൻ്റെയും വ്യത്യാസമുണ്ട്. ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഫർസാന യൂസ് ചെയ്യുന്ന സാരി ഷിഫോൺ ജോർജറ്റ് സാരിയാണ്. അതപ്പോൾ എത്ര നാൾ ഉടുത്ത് പഴകിയാലും അതിൻ്റെതായിട്ടുള്ള പഴക്കേ സംഭവിക്കുള്ളൂ. കീറുന്ന അല്ലാതെ ആ ഫാബ്രിക് അങ്ങനെ ഫെയ്ഡ് ആവില്ല. പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള സാരി കോട്ട സാരിയാണ്. അപ്പം ആ കോട്ട സാരി യൂസ് ചെയ്തേക്കുന്ന ബോഡിയിൽ അത്രയും ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സിനാന്റെ കേസിൽ പറയുകയാണെങ്കിൽ സിനാന് പഴക്കമുണ്ട് എന്ന് കരുതി ഭയങ്കര പഴക്കവും പാടില്ല. അതായത് യൂഷ്വലി ദേ വെയർ ഇൻ ടു ലൈക്ക് കള്ളത്തരമൊക്കെ കാണിച്ചിട്ടാണെങ്കിലും കുറച്ച് പൈസ ഒക്കെ ഉണ്ടാക്കുന്ന ടീംസ് ആയതുകൊണ്ട് അവർക്ക് ആകെ വീടും പരിപാടിയൊന്നുമില്ല. അപ്പൊ അവര് സ്പെൻഡ് ചെയ്യുന്നത് അവരുടെ ഡ്രസ്സിലും കാര്യങ്ങളിലൊക്കെ ആയിരിക്കും. അങ്ങനെ അതിപ്പോ ഓരോ ടൈം ഇപ്പൊ ഇത്ര നാളത്തെ പഴക്കം അതിനകത്ത് എനിക്ക് തോന്നുന്നു പഴകാത്ത ഒരു ഡ്രസ്സ് ഉപയോഗിച്ചത് ഷംനാത്തയുടെ ക്യാരക്ടർ മാത്രമാണ്. പുതു ഡ്രസ് ഉപയോഗിക്കുന്ന ഒരു രീതിയാണ്. ടോമിയുടെ ഡ്രസ്സിങ്ങിലോട്ട് വരുമ്പോ ഇതിൽ ആ ഒരു അബ്ബ എന്ന് പറയുന്ന കഥാപാത്രം ഫുൾ സ്ലീവ് ജേഴ്സിയും ശരിക്കും ആ കടപ്പുറത്ത് താമസിക്കുന്ന ആൾക്കാരുടെ ടൈപ്പ് ഓഫ് ഒരു ലുങ്കി വസ്ത്രധാരണം, അതിന്റെ ഒരു സ്പെസിഫിക്കേഷൻ എന്തായിരുന്നു? അതിന്റെ സ്പെസിഫിക്കേഷൻ അതും ഇത് പറഞ്ഞ പോലെ നമുക്കൊരു ഡോക്യുമെന്ററി അവിടുത്തെ ആൾക്കാരെ വെച്ചിട്ട് ചെയ്ത ഒരു ഡോക്യുമെന്ററി ഉണ്ടായിരുന്നു. അത് ബാസിൽ എന്ന് പറഞ്ഞിട്ട് സിനാന്റെ ലാംഗ്വേജ് ട്രെയിനർ ഉണ്ട് അവിടുത്തെ മംഗലാപുരം. ആളൊരു ഡയറക്ടറും കൂടിയാണ്. അപ്പൊ അവരുടെ ടീം ചെയ്ത ഒരു ഡോക്യുമെന്ററി അതിന് മുന്നേ ഞാൻ റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അവിടുത്തെ ആൾക്കാർ നോർമലി നമ്മളിപ്പോ ഈ വയനാട് ഫുൾ കേരളവും ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന കളേഴ്സേ അല്ല. ദേ കുറച്ചും കൂടി ഒരു ലൗഡ്, കുറച്ച് സ്പൈസി അങ്ങനത്തെ ഫുഡ് ഹാബിറ്റ്സും അങ്ങനത്തെ ഒരു മെത്തേഡാണ് അവരുടെ ലൈഫ് മെത്തേഡ്. അപ്പം നല്ല എനിക്ക് തോന്നുന്നു കുറച്ച് ഇലക്ട്രിക് ബ്ലൂ ജേഴ്സീസ് അല്ലെങ്കിൽ ഓറഞ്ച് ഫ്ലൂറസെന്റ് ഓറഞ്ച് അങ്ങനത്തെ, അല്ലെങ്കിൽ വൈറ്റിനകത്ത് ഫ്ലൂറസെന്റ് സ്ട്രാപ്പ് ഓറഞ്ച് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ജേഴ്സീസ് ആണ് യൂസ് ചെയ്യുന്നത്. ആ ജേഴ്സീസ് എല്ലാം നമ്മൾ പല പല ബോട്ടിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ കയ്യിൽ നിന്ന് പുതിയ ഡ്രസ്സ് കൊടുത്തിട്ട് അവര് വർക്ക് ചെയ്യുന്ന ജേഴ്സിയാണ് വാങ്ങിച്ചിരിക്കുന്നത്. വാങ്ങിച്ചിരിക്കുന്ന സാധനങ്ങളാണ് എല്ലാം. എന്നാലും അതിന്റെ ആ ഒരു റിയൽ ഫീല് കിട്ടുള്ളൂ നമുക്ക്. അതും എന്നെ ഹെൽപ്പ് ചെയ്ത ഒരു ആക്സിഡന്റലി അവിടുത്തെ ഒരു മലയാളിയാണ്. പക്ഷെ ആള് കുറേ വർഷമായിട്ട് മംഗളൂർ സെറ്റിൽഡ് ആണ്. അപ്പൊ ഞാൻ മാർക്കറ്റിൽ ഇങ്ങനെ ഇറങ്ങി നടന്നപ്പം ആളോട് ഇങ്ങനെ സംസാരിച്ചു ജേഴ്സി എവിടെ കിട്ടും എന്ന് പറഞ്ഞപ്പം. അപ്പോൾ ഞാൻ ഇപ്പോൾ ആളോട് ഇങ്ങനെ കുറേ സംസാരിച്ച് കഴിഞ്ഞപ്പം കമ്പനി അപ്പോൾ ഞാൻ ആളോട് ചോദിച്ചു എന്നെ ഹെൽപ്പ് ചെയ്യുമോ. അപ്പം അങ്ങനെ അയാൾക്ക് കുറേ ബോട്ട് മുതലാളിമാരെ പരിചയം ഉണ്ടായിരുന്നു. അങ്ങനെ അവരുടെ ബോട്ടിൽ പോയി വെളുപ്പിന് ഇങ്ങനെ ബോട്ട് തിരിച്ച് വരാൻ വെയിറ്റ് ചെയ്ത് എന്നിട്ടാണ്
ഈ ഡിപ്പാർട്ട്മെന്റ് ഒട്ടും എളുപ്പമുള്ള ഡിപ്പാർട്ട്മെന്റ് അല്ല. എനിക്കിപ്പോ അതാ മനസ്സിലായത്. ഞാൻ കുറച്ചുകൂടി സിമ്പിൾ ആണ് സംഗീതം എനിക്ക് വിചാരിച്ചു. തോന്നുന്നു സിമ്പിൾ ആയിട്ടുള്ള ചെയ്യാൻ പക്ഷെ പറ്റുന്ന അത്രയും റിസർച്ച് ഉണ്ടെങ്കിൽ അത്രയും നല്ലൊരു ഔട്ട് കൂടെ വരും. അതെ, എനിക്ക് തോന്നുന്നു കുറച്ച് പ്രെപ്പ് ടൈമും നമുക്ക് ഉണ്ടായിരുന്നു. ഏകദേശം ഒരു 4 months-നടുത്ത് ഫുള്ളി പ്രെപ്പ് ചെയ്യാനുള്ള സാധനങ്ങൾ ഉണ്ടായിരുന്നു. ഓക്കെ, ഞാൻ സിനാനോട് ചോദിക്കുകയാണ്, ഈ സിനിമയിൽ ഒരുപാട് ഡയലോഗുകൾ പറഞ്ഞതിൽ ഒരു ഡയലോഗ് ഇപ്പോഴും ഓർത്തിരിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ഏത് ഡയലോഗ് ആയിരിക്കും? ഇപ്പൊ പടം തിയേറ്ററിൽ കണ്ടപ്പോഴോ എന്തെങ്കിലും മനസ്സിൽ പെട്ടെന്ന് പറയാൻ പറ്റുന്ന? പെട്ടെന്ന് പറയാൻ പറ്റുന്നത് എന്താ നമ്മളെ പുതിയ എന്താ എന്റെ പുതിയ പേര് ലാസ്റ്റ് ചോദിക്കുന്നില്ലേ ക്ലൈമാക്സ് സീനില്? അടിപൊളി. ആ പാട്ടൊന്ന് പാടിത്തരുമോ? ഇടയ്ക്കൊരു പാട്ട് പാടിയില്ല, പാട്ട് ചെയ്താ? അയ്യോ, അത് ഞാൻ പാടിയിട്ട് ശരിയായിട്ട് വേറെ വേറെ ഒരാളെ കൊണ്ട് പാടിച്ചു. എന്നാലും പാട്ട് അറിയോ? പാടാറിയോ? പാടറിയാമായിരുന്നു, മറന്നുപോയോ? പക്ഷെ ഒന്നും ഓർമ്മയില്ല അതില്. വരികളൊന്നും ഓർമ്മയില്ല. ട്യൂൺ അറിയോ? കുറച്ചൊക്കെ. അതൊന്ന് പാടി വെക്കോ? കണ്ടോ കണ്ടോ താക്കോല്, കുഞ്ഞൻ തവളയുടെ താക്കോല്, നാട്ടിൽ തെണ്ടി നടക്കുമ്പോ കാണാതായൊരു താക്കോല്, കാണാതായൊരു താക്കോല്. ഞാൻ പാടില്ല വിചാരിച്ചു. അടിപൊളി. വൺ ക്വസ്റ്റൻ ഇഫ് ഐ ആസ്ക് യു, ലൈക്ക് ഇപ്പോൾ കഴിഞ്ഞ കുറേ മലയാളം സിനിമകൾ നമ്മളിങ്ങനെ റിലീസായപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, സ്ത്രീ പ്രാതിനിധ്യമുള്ള കഥാപാത്രങ്ങൾ കൂടുതൽ ഇപ്പോൾ സിനിമയിൽ വീണ്ടും വരുന്നില്ല, എഗെയിൻ ഒരു ബ്രേക്കായി എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന സമയമാണ് ഇത്രയും ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സ്ട്രെങ്ത് ഉള്ള ഒരു ക്യാരക്ടർ ഈ സിനിമയിലൂടെ വന്നിരിക്കുന്നത്. സോ ഇത് ഇത്രയും നമ്മൾ കണ്ടല്ലോ, കാലഘട്ടങ്ങളിൽ കണ്ട സിനിമയിൽ ഫർസാനയ്ക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ടായിരുന്ന ഒരു ക്യാരക്ടർ, ഒരു വെരി സ്ട്രോങ് വുമൻ ക്യാരക്ടർ ഇൻ മലയാളം സിനിമ ഇതുവരെ ഉണ്ടായിരുന്നതിൽ അതെനിക്ക് ചെയ്താൽ കൊള്ളാമായിരുന്നു എന്ന് തോന്നിയിരുന്ന ഒരു കഥാപാത്രം ഉണ്ടോ? ആ ലാസ്റ്റ് പറഞ്ഞ ലൈൻ അതെനിക്ക് ചെയ്യാൻ കൊള്ളാം അങ്ങനെ ഇല്ല കേട്ടോ. എനിക്ക് മണിച്ചിത്രത്താഴ് nobody can replace her. എനിക്ക് ഇഷ്ടപ്പെട്ട പടം തോന്നിയതാ മണിച്ചിത്രത്താഴ്. പക്ഷെ അമേസിംഗ്ലി അത് എനിക്ക് ഐ കാണ്ട് ഈവൻ സേ പറയാൻ പോലും പറ്റില്ല. അതിനകത്ത് ഓരോ സീൻസും ജസ്റ്റ് ദ വേ ഷീ ക്യാരി ദാറ്റ് എൻറ്റയർ മൂവി വാസ് ബ്യൂട്ടിഫുൾ. അടിപൊളി. വാട്ട് സോർട്ട് ഓഫ് എ ഡയറക്ടർ ഈസ് ഡയറക്ടർ ചിദംബരം? He is a very he knows what he wants. പുള്ളിക്ക് എന്താ വേണ്ട എല്ലാതും അറിയാം. പുള്ളിക്ക് എന്താ വേണ്ടേ, അതെങ്ങനെ അത് പോസിബിൾ ആക്കും, എല്ലാത്തിൻ്റെയും A to Z അറിയാം. അപ്പോൾ അങ്ങനത്തെ ഒരാളുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് we can trust them so easily അല്ലേ. അപ്പോൾ ആ ട്രസ്റ്റ് ഉണ്ടാകുമ്പോൾ ഇറ്റ്സ് വെരി ഈസി ഫോർ us to go and play. നമുക്ക് എങ്ങനെ വേണമെങ്കിലും കളിക്കാം, കാരണം അത് തെറ്റാണോ അല്ലേ എന്ന് പുള്ളി പറയുമെന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ട്. അപ്പോൾ ഹി റിയലി ഗേവ് മീ ദാറ്റ് സ്പേസ് ടു ജസ്റ്റ് എൻജോയ് മൈ സെൽഫ് ആൻഡ് പ്ലേ. കൂടുതൽ എന്താ പറയുക, എന്താണ് ഒന്നും തരില്ല, സീൻ ഇതാണ് സംഭവം എന്നല്ലാതെ ഇനി പോയി കളിച്ചോ, ഓൺലി ഇഫ് ഐ നീഡ് ഇറ്റ് യുനോ അപ്പോൾ പോയി ചോദിക്കുക പറയുക. അതല്ലാണ്ട് ഹി ജസ്റ്റ് മേഡ് ദി എക്സ്പീരിയൻസ് സോ മച്ച് മോർ ബെറ്റർ ഫോർ മീ ദാറ്റ് വേ. എനിക്കൊന്നു ഏറ്റവും കൂടുതൽ എക്സ്പ്രസീവ് ആയിട്ടുള്ളത് ആ കണ്ണുകളാണ്. കണ്ണുകൾ ഇസ് ദ ഹൈലൈറ്റ് ഓഫ് ദ മൂവി ഓൾസോ. ഫർസാനയ്ക്ക് ഈ ബാലൻ സിനിമയിൽ ഒരു സീൻ ദാറ്റ് ഇസ് വെരി ക്ലോസ് ടു യുവർ ഹാർട്ട്, അല്ലെങ്കിൽ ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ട് പ്ലേ ചെയ്യാൻ തോന്നിയ ഒരു പെർട്ടിക്കുലർ സീൻ ഏതായിരിക്കും? കുറേ ഉണ്ടല്ലോ, എങ്ങനെ ചൂസ് ചെയ്യുന്നത്? ഐ തിങ്ക് ആ അമ്മമ്മയുടെ സീൻ ഞാൻ പറയുന്നില്ല, ഐ തിങ്ക് ഇറ്റ് മൈറ്റ് ബി സ്പോയിലർ, ബട്ട് ആ സീൻ ഐ തിങ്ക് എവരിവൺ വിൽ നോ വാട്ട് ഐ ആം ടോക്കിംഗ് അബൌട്ട്. ആ സീൻ വാസ് എനിക്ക് ആ സീൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അഡ്മിറ്റിയ സ്പോയിലർ, അതുകൊണ്ട് കൂടുതൽ പറയണ്ട. ഐ ഗോട്ട് ഇറ്റ്. പടം കണ്ടവർക്ക് മനസ്സിലാവും ഏതാണ് സീൻ എന്നുള്ളത്. അപ്പൊ എന്താണെങ്കിലും ബാലൻ വളരെ സക്സസ്ഫുള്ളി തിയേറ്റേഴ്സിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അടുത്തിടെ ഇറങ്ങിയ ചിത്രങ്ങളിൽ ഒരു മെഗാ ഹിറ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പടമാണ്. കൂടുതൽ ആൾക്കാർ ഇനിയും തിയേറ്റേഴ്സിൽ ഈ വീക്കെൻഡ് ഒക്കെ ഫുൾ ഷോ ഒക്കെ ബുക്ക് ചെയ്ത് കാണുന്ന ഒരു സിനിമയാണ്. അപ്പൊ നിങ്ങൾ ഓരോരുത്തരും അതിന്റെ ഒരു വലിയൊരു പാട്ടാണ്. ആൻഡ് ഇനി ഇതുപോലെ കുറെ സിനിമകളിൽ കോസ്റ്റ്യൂം ഡിസൈനർ ആയിട്ടും ആർട്ടിസ്റ്റ് ആയിട്ടും ഒക്കെ വന്ന് നിങ്ങളുടെയൊക്കെ ബെസ്റ്റ് പെർഫോമൻസ് കാഴ്ചവെക്കാനായിട്ട് പറ്റട്ടെ. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു.